1996 നവംബർ 13. ചിത്രദുർഗ ഡിസ്ട്രിക്ട്, കർണാടക. ബാംഗ്ലൂരിൽ നിന്നും 200 കിലോമീറ്റർ നോർത്ത് വെസ്റ്റ് ദിശയിൽ യാത്ര ചെയ്താൽ ചെറിയൊരു ജില്ലയിൽ എത്തിച്ചേരും. അതാണ് ചിത്രദുർഗ. 1990 കാലഘട്ടങ്ങളിൽ ചിത്രദുർഗയിൽ ആകെയുണ്ടായിരുന്നത് 3 പോലീസ് സ്റ്റേഷനുകൾ മാത്രമാണ്. സ്വാഭാവികമായും ക്രൈം റേറ്റ് ഉയരേണ്ടതാണ്. പക്ഷേ അന്നുകാലത്ത് വളരെ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ചിത്രദുർഗയിലേത്. മലനിരകളും ചോളപ്പാടങ്ങളുമെല്ലാം നിറഞ്ഞ ഗ്രാമങ്ങളാണ് ചിത്രദുർഗയിൽ കാണാൻ കഴിയുക. എന്നാൽ 1996 അവസാനത്തിൽ ചിത്രദുർഗയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അവിടെ ഒരു സംഭവം നടന്നു. ചിത്രദുർഗയിലെ ഒരു ഉൾഗ്രാമത്തിൽ താമസിച്ചിരുന്ന 35 വയസ്സുള്ള ഗവൺമെന്റ് ജീവനക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു ദിവ്യ. ബസ് സ്റ്റോപ്പിൽ നിന്നും ദിവ്യയുടെ വീട്ടിലെത്തണമെങ്കിൽ 2 കിലോമീറ്റർ ദൂരം നടക്കണം. ഇതിൽ തന്നെ 1 കിലോമീറ്ററോളം ദൂരത്തിൽ മൺ റോഡിന് ഇരുവശവും വളർന്നു നിൽക്കുന്ന ചോളപ്പാടങ്ങളാണ്. അധികം വീടുകളോ ആളുകളോ ഇല്ലാത്ത ഈ വഴിയിലൂടെ എന്നും രാവിലെയും വൈകിട്ടും ദിവ്യ നടന്നായിരുന്നു ബസ് സ്റ്റോപ്പിലെത്തുന്നതും അവിടെ നിന്നും ജോലിക്ക് പോയി വന്നിരുന്നതും. എന്നും പോയി വരാറുള്ള വഴിയായിരുന്നതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് തനിച്ചു നടന്നു പോവാൻ ഭയമൊന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ നവംബർ 13 നടന്ന സംഭവം അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അന്ന് രാവിലെ 10:45 കാണും. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി അടുത്തുള്ള ടൗണിലേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്ന ദിവ്യ ബസ് ഇറങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ചോളപ്പാടങ്ങൾക്ക് നടുവിലൂടെ പകുതി ദൂരം പിന്നിട്ടപ്പോഴാണ് ദിവ്യ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ പുറകിൽ ആരോ നടന്നു വരുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ക്യാപ്പ് ധരിച്ച് മെലിഞ്ഞൊരു വ്യക്തി വേഗത്തിൽ നടന്നു വരികയാണ്. അയാളെ മുൻപ് കണ്ടു പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് ചെറിയ രീതിയിൽ ഭയം വന്നു തുടങ്ങി. അവൾ നടത്തത്തിന്റെ വേഗത കൂട്ടി. ഇതോടെ പുറകിൽ നടന്നു വന്നിരുന്ന വ്യക്തിയും നടത്തത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു എന്ന് ദിവ്യയ്ക്ക് മനസ്സിലായി. അപകടം മണത്ത ദിവ്യ ഓടാൻ തയ്യാറെടുക്കുമ്പോഴേക്കും അയാൾ അവളുടെ മുടിയിൽ പിടിച്ചു കഴിഞ്ഞിരുന്നു. ശേഷം അവളെ അയാൾ ചോളപ്പാടത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. പിന്നീട് നടന്നത് മനസാക്ഷിയെ നടുക്കുന്ന കാര്യങ്ങളായിരുന്നു. ബാംഗ്ലൂർ ബീസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന 20ഓളം സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നിട്ടുള്ള ഒരു സീരിയൽ കില്ലറിന്റെ പിടിയിലാണ് അന്ന് ദിവ്യ അകപ്പെട്ടത്. ആരായിരുന്നു ആ സീരിയൽ കില്ലർ? എങ്ങനെയാണ് അയാൾ പോലീസ് പിടിയിലായത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. അന്ന് ആ ചോളപ്പാടത്തിന് നടുവിലേക്ക് ദിവ്യയെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയ അക്രമി അവളെ ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. അവളുടെ ചെവി ഉൾപ്പെടെ അറുത്തുമാറ്റിയാണ് ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞത്. ക്രൂരമായ മർദ്ദനങ്ങളേറ്റും ചോര വാർന്നുപോയും അൺകോൺഷ്യസായ ദിവ്യയ്ക്ക് 2 മണിക്കൂറിന് ശേഷമാണ് സ്വബോധം തിരിച്ചു കിട്ടിയത്. കീറിപ്പോയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ദേഹം മുഴുവൻ ചോരയൊലിപ്പിച്ച് ഒരു വിധത്തിൽ അവൾ വീട്ടിലെത്തി. ദിവ്യയുടെ അവസ്ഥ കണ്ട് വീട്ടുകാരും അയൽവാസികളും ചേർന്ന് ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് ദിവ്യയുടെ വീട്ടിലെത്തുകയും അവളുടെ വിശദമായ മൊഴിയെടുക്കുകയും ചെയ്തു. എന്നാൽ അജ്ഞാതനായ ഒരു വ്യക്തി തന്നെ ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്നു എന്ന് മാത്രമാണ് ദിവ്യയും അവളുടെ കുടുംബവും പോലീസിനെ അറിയിച്ചത്. ലൈംഗിക പീഡനം നടന്നു എന്നുള്ള കാര്യം അവർ ആദ്യം മറച്ചുവെച്ചു. പീഡന വിവരം പുറത്തറിഞ്ഞാൽ തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വരുന്ന അപമാനത്തെ ഭയന്നായിരുന്നു ദിവ്യ അത് മറച്ചുവെച്ചത്. സ്ത്രീകളുടെ ഈ ഭയത്തെയാണ് ആ കൊടും ക്രിമിനൽ പ്രധാന ആയുധമാക്കിയിരുന്നത്. അത് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത്. ദിവ്യയുടെ പരാതിയിന്മേൽ പിടിച്ചുപറി നടത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് അറിവില്ലാതിരുന്ന പോലീസുകാർ സ്ഥലത്തെ കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. സ്വാഭാവികമായും പ്രതിയെ പിടികൂടാൻ കഴിയാതെ ദിവസങ്ങൾ കടന്നുപോയി. 1 മാസത്തിനു ശേഷം ഡിസംബർ 6 ചിത്രദുർഗയിൽ സമാനമായ മറ്റൊരു സംഭവം നടന്നു. അന്നു വൈകുന്നേരം 6 മണിയോടെ വീടിനടുത്തുള്ള ഒരു മില്ലിലേക്ക് അരി പൊടിക്കാനായി പോയ 17 വയസ്സുള്ള പല്ലവി എന്ന പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത്. 6 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ പല്ലവി 8 മണിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അവളെ അന്വേഷിച്ചിറങ്ങിയത്. എന്നാൽ പോലീസിൽ പരാതി കൊടുക്കാതെ നാട്ടുകാരുടെ സഹായത്തോടെയുള്ള തിരച്ചിലാണ് നടന്നത്. അടുത്ത ദിവസമാണ് പോലീസുകാർക്ക് പരാതി ലഭിക്കുന്നത്. എന്നാൽ പോലീസ് നടത്തിയ തിരച്ചിലിലും പല്ലവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കൂടി കടന്നുപോയി. ഡിസംബർ 8 ആ ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തു നിന്നും പല്ലവിയുടെ ഡെഡ് ബോഡി കണ്ടെടുക്കപ്പെട്ടു. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിലാണ് പോലീസ് പല്ലവിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത്.
അവൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് മാത്രമല്ല അവളുടെ ആഭരണങ്ങളും കില്ലർ മോഷ്ടിച്ചിട്ടുണ്ട്. പല്ലവി കാലിൽ ധരിച്ചിരുന്ന കൊലുസിൽ A1 എന്നൊരു മാർക്കിംഗ് ഉണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചു. ഇതോടെ ഇത്തരത്തിൽ മാർക്കിംഗ് ഉള്ള ഒരു കൊലുസ് അടുത്തുള്ള ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിലോ ഇനി ആരെങ്കിലും വിൽക്കാനായി വന്നാലോ ഉടനെ വിവരം അറിയിക്കണമെന്ന് ജ്വല്ലറി ഉടമകൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. ഈ സമയത്ത് ഒരു മാസം മുൻപ് ദിവ്യയെ ആക്രമിച്ച വ്യക്തി തന്നെയാണോ പല്ലവിയെയും ആക്രമിച്ചത് എന്നുള്ള സംശയം പോലീസുകാർക്ക് വന്നു. പോലീസ് വീണ്ടും ദിവ്യയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയത്താണ് അവളും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ള വിവരം അറിയുന്നത്. ഇതോടെ പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള സെക്സ് ഒഫൻഡേഴ്സിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. എന്നാൽ അന്ന് ചിത്രദുർഗയിൽ ക്രൈം റേറ്റ് വളരെ കുറവായിരുന്നതിനാൽ കുറച്ചാളുകൾ മാത്രമേ പോലീസിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇതോടെയാണ് പുറത്തുനിന്നും ഏതോ ഒരു ക്രിമിനൽ ചിത്രദുർഗയിൽ എത്തിയിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് സംശയം വന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നവരെയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും കില്ലർ പിടിയിലായതേയില്ല. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. പക്ഷേ അതിനോടകം പല്ലവിയുടെ കില്ലറിനെ കണ്ടെത്താൻ കഴിയാത്തത് പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി വന്നു തുടങ്ങിയിരുന്നു. പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു. ഇതേ തുടർന്ന് കേസ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതിനു ശേഷം ചിത്രദുർഗിയിൽ സമാനമായ രീതിയിൽ മറ്റാരെങ്കിലും ആക്രമിക്കപ്പെടുകയോ അവരാ വിവരം പോലീസിൽ അറിയിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് അന്വേഷിച്ചത്. കാരണം കില്ലർ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനാൽ പലരും അത് മറച്ചുവെക്കാൻ സാധ്യതയുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് ചിന്തിച്ചിരുന്നു. ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു വിക്ടിമിനെ കൂടി കണ്ടെത്തി. ആ വിക്ടിമാണ് ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് കൊണ്ടുവന്നത്. ചിത്രദുർഗിയിലെ ഒരു പാൽക്കാരന്റെ മകളായിരുന്ന ഗീത എന്ന പെൺകുട്ടി 1996 ഡിസംബർ 4 ആക്രമിക്കപ്പെട്ടത്. അതായത് പല്ലവിയെ കാണാതായതിന് 2 ദിവസങ്ങൾക്ക് മുൻപ്. ഗീത ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് ഗീതയുടെ അച്ഛൻ അടുത്തുള്ള സൊസൈറ്റിയിലേക്ക് പാല് കൊടുക്കാൻ പോയ സമയത്ത് സഹായത്തിനായി ഗീതയും കൂടെ പോയിരുന്നു. അവർ പാല് കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി ഗീതയുടെ അച്ഛൻ മരുന്ന് വാങ്ങാനായി ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി. ഗീത പതിയെ തനിച്ച് വീട്ടിലേക്ക് നടന്നു. ആളുകളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു റോഡിലേക്ക് എത്തിയപ്പോൾ ഗീതയുടെ ഓപ്പോസിറ്റായി ക്യാപ്പ് ധരിച്ചൊരു വ്യക്തി നടന്നു വരുന്നുണ്ടായിരുന്നു. അയാൾ ഗീതയെ ക്രോസ് ചെയ്തു പോവുകയും ചെയ്തു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞതും പുറകിലൂടെ ആരോ ഒരാൾ വേഗത്തിൽ നടന്നു വരുന്ന ശബ്ദമാണ് ഗീത കേട്ടത്. അച്ഛനായിരിക്കുമെന്ന് കരുതി തിരിഞ്ഞു നോക്കിയ ഗീത കണ്ടത് തന്റെ മുന്നിലൂടെ ക്രോസ് ചെയ്തു പോയ ക്യാപ്പ് ധരിച്ച ആ വ്യക്തിയെയാണ്. നിമിഷ നേരങ്ങൾക്കകം അയാൾ ഗീതയുടെ അടുത്തെത്തുകയും അവളെ കടന്നു പിടിക്കുകയും ചെയ്തു. ഇതോടെ അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പുറകെ തന്നെ വന്നിരുന്ന ഗീതയുടെ അച്ഛൻ മകളുടെ നിലവിളി കേൾക്കുകയും അവിടേക്ക് ഓടി വരികയും ചെയ്തു. ഒരുത്തൻ തന്റെ മകളെ ആക്രമിക്കുന്ന കാഴ്ച കണ്ട അദ്ദേഹം ഒരു കല്ലെടുത്ത് അവന് നേരെ എറിഞ്ഞു. അക്രമിയുടെ നെറ്റിയിലാണ് ആ കല്ല് കൊണ്ടത്. പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. ഇതിനിടയിൽ അയാളുടെ ക്യാപ്പ് അഴിഞ്ഞു വീഴുകയും ഗീത അയാളുടെ മുഖം വ്യക്തമായി കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഗീതയോ അവളുടെ അച്ഛനോ ഈ വിവരം പോലീസിൽ അറിയിക്കാൻ തയ്യാറായില്ല. പിന്നീട് അയൽവാസികളിൽ നിന്നുമാണ് ഈ ന്യൂസ് ലീക്കായതും അവസാനം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ചെവിയിലെത്തിയതും. തീർച്ചയായും പല്ലവിയെയും ഗീതയെയും ആക്രമിച്ച വ്യക്തിയാണ് ഗീതയെയും ആക്രമിച്ചത് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഗീത അയാളുടെ മുഖം കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആളെ ഇനി കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവളോട് ചോദിച്ചു. അതിന് ഗീത നൽകിയ മറുപടിയാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. കേസിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോലും കരുതിയിരുന്നതല്ല. 1997 ജനുവരിയിൽ ചിത്രദുർഗിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായുള്ള പ്രാക്ടീസിനിടെ ഞാൻ അയാളെ വീണ്ടും കണ്ടു എന്നും അയാളൊരു പോലീസുകാരനാണ് എന്നുമായിരുന്നു ഗീതയുടെ ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ. ഇത് കേട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഞെട്ടി. ഒന്ന് വ്യക്തമായി പറയൂ എന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ അക്ഷമയോടെയുള്ള ചോദ്യത്തിന് ഗീത മറുപടി പറഞ്ഞു. അടുത്തിടെയാണ് ഞാൻ ഹോം ഗാർഡിൽ ജോയിൻ ചെയ്തത്. അതിനാൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം ലഭിച്ചിരുന്നു. പരേഡിന് മുന്നോടിയായുള്ള പ്രാക്ടീസിൽ പങ്കെടുക്കാനായി ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് പരേഡിനു വേണ്ടി ഗ്രൗണ്ട് തയ്യാറാക്കിയിരുന്ന കുറച്ച് പോലീസുകാരെ ഞാൻ കണ്ടത്. അതിൽ അയാളുമുണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിൽ ഒരു മുറിവായിട്ടുണ്ട്. അത് തന്റെ അച്ഛൻ കല്ലെറിഞ്ഞപ്പോൾ ആയതാണ്. തന്നെ ആക്രമിച്ചത് ആ പോലീസുകാരൻ തന്നെയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും പേടി കാരണമാണ് ഈ വിവരം പുറത്തു പറയാതിരുന്നത് എന്നുമാണ് ഗീത പറഞ്ഞത്. ഇതോടെ റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായി ഗ്രൗണ്ടിൽ ജോലികൾ ചെയ്തിരുന്ന പോലീസുകാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. അതിൽ ഗീത അയാളെ കണ്ടു എന്ന് പറയുന്ന ദിവസം 4 പോലീസ് ട്രെയിനികളായിരുന്നു ഗ്രൗണ്ടിൽ ജോലികൾ ചെയ്തിരുന്നത്.
ഉടനെ ആ 4 പേരെയും ഗസ്റ്റ് ഹൌസ് ക്ലീൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചു. അന്ന് ആ ഗസ്റ്റ് ഹൌസിൽ ഗീതയും ഉണ്ടായിരുന്നു. ആ 4 പേരിൽ നിന്നും തന്നെ ആക്രമിച്ച വ്യക്തിയെ ഗീത തിരിച്ചറിഞ്ഞു. അയാളുടെ പേരായിരുന്നു ഉമേഷ് റെഡ്ഡി. ഉടനെ ഉമേഷ് റെഡ്ഡിയെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ആദ്യം പലതും പറഞ്ഞ് അയാൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. പോലീസ് ട്രെയിനിയായ താൻ എങ്ങനെയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നായിരുന്നു ഉമേഷിന്റെ ചോദ്യം. പോലീസ് ക്യാമ്പിൽ നടന്ന അന്വേഷണത്തിൽ അതിനുള്ള ഉത്തരം ലഭിച്ചു. ക്യാമ്പിൽ നിന്നും പലതവണ ചാടിപ്പോയതിന് പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഉമേഷ് റെഡ്ഡി. അതുപോലെ അവന്റെ കട്ടിലിനടിയിലായി ഒരു ഇരുമ്പ് പെട്ടിയുണ്ട്. അതിനകത്ത് മുഴുവൻ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളായിരുന്നു. ഇതോടെ ഉമേഷ് റെഡ്ഡി ഒരു വിചിത്ര സ്വഭാവത്തിനുടമയായ ക്രിമിനലാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. പക്ഷേ പല്ലവി മർഡർ കേസിലോ ദിവ്യ റേപ്പ് കേസിലോ ഉമേഷ് റെഡ്ഡിയുടെ പങ്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ദിവ്യ അടികൊണ്ട് മയങ്ങി വീണതിനാൽ അക്രമിയെ വ്യക്തമായി കണ്ടിരുന്നില്ല. പല്ലവിയുടെ കൊലപാതകത്തിൽ ഉമേഷ് റെഡ്ഡിക്കെതിരായുള്ള തെളിവുകളുമില്ല. ഇതോടെ ഗീതയെ ആക്രമിച്ച കേസിൽ മാത്രമാണ് ഉമേഷ് റെഡ്ഡി ജയിലിലായത്. എന്നാൽ ആ കേസിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതിനിടയിൽ രൂപ എന്നുപേരുള്ള 16 വയസ്സുകാരിയെ റേപ്പ് ചെയ്തു കൊന്ന കേസിൽ 5 പേർ പ്രതികളാണെന്ന് ചിത്രദുർഗ പോലീസ് കണ്ടെത്തുകയും അതിലൊരാൾ ഉമേഷ് റെഡ്ഡിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതോടെ അവൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ റിമാൻഡ് ചെയ്യപ്പെട്ട ഉമേഷ് റെഡ്ഡിയെയും കൂട്ടാളികളെയും കോടതിയിൽ നിന്നും ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ഉമേഷ് റെഡ്ഡി മാത്രം പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. നമ്പർ 1, ഇവിടെ നിന്നും ഉമേഷ് റെഡ്ഡിയുടെ രക്ഷപ്പെടലുകൾ എണ്ണി തുടങ്ങിക്കോളൂ, ഇല്ലെങ്കിൽ കണക്ക് തെറ്റും. പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഉമേഷ് റെഡ്ഡി നേരെ പോയത് ബാംഗ്ലൂരിലേക്കാണ്. ഇതോടെയാണ് ബാംഗ്ലൂർ ബീസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ട ആ സീരിയൽ കില്ലറിന്റെ അഴിഞ്ഞാട്ടങ്ങൾ ആരംഭിക്കുന്നത്. ബാംഗ്ലൂരിലെത്തിയ ഉമേഷ് റെഡ്ഡി എന്തൊക്കെ ചെയ്തു എന്നറിയുന്നതിന് മുൻപ് നമുക്ക് അയാളുടെ പൂർവ്വകാല ചരിത്രം ഒന്ന് പരിശോധിക്കാം. 1969 ചിത്രദുർഗയിലെ ബസപ്പ മാളിക എന്ന ഗ്രാമത്തിലായിരുന്നു ഉമേഷ് റെഡ്ഡി ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ ഗ്രാമവാസികളുടെ വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയിരുന്ന ഉമേഷ് റെഡ്ഡിക്ക് മോഷണം ഒരു ഹരമായിരുന്നു. വളർന്നു വലുതായതോടെ ലൈംഗിക കുറ്റകൃത്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഉമേഷ് റെഡ്ഡിക്ക് CRPFൽ ജോലി ലഭിച്ചിരുന്നു. ട്രെയിനിംഗ് പൂർത്തിയാക്കി കാശ്മീരിലായിരുന്നു ആദ്യ നിയമനം ലഭിച്ചത്. ഒരു ദിവസം CRPF കമാൻഡറിന്റെ വീട്ടിൽ ഉമേഷ് റെഡ്ഡിയെ ഗാർഡ് ഡ്യൂട്ടിക്കായി വിട്ടു. എന്നാൽ കമാൻഡറിന്റെ മകളെ തന്നെ അവൻ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കമാൻഡറിന്റെ കയ്യിൽ കിട്ടിയാൽ തന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് മനസ്സിലാക്കിയ ഉമേഷ് റെഡ്ഡി ആ ദിവസം തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് കർണാടകയിലേക്ക് തിരിച്ചു വന്നു. തന്നെ അന്വേഷിച്ച് CRPFൽ നിന്നോ പോലീസിൽ നിന്നോ ആരും ബസപ്പ മാളികയിലെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി മാസങ്ങൾക്ക് ശേഷമാണ് അയാൾ വീട്ടിലെത്തിയത്. പിന്നീട് കർണാടകയിലെ ഡിസ്ട്രിക്ട് ആംഡ് റിസർവ് പോലീസിൽ പോലീസ് കോൺസ്റ്റബിളായി ഉമേഷ് റെഡ്ഡിക്ക് ജോലി ലഭിച്ചു. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് വെരിഫിക്കേഷൻ നടന്ന സമയത്ത് ട്രാഫിക് വയലേഷൻ നടത്തിയതിന് ഒരു പെറ്റി കേസ് മാത്രമേ ഉമേഷ് റെഡ്ഡിക്കുണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായും അയാൾ പോലീസ് ട്രെയിനിങ്ങിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു കൊടും ക്രിമിനലിനെയാണ് തങ്ങൾ സർവീസിലെടുത്തിരിക്കുന്നത് എന്ന് അപ്പോൾ കർണാടക പോലീസിന് അറിയില്ലായിരുന്നു. 1996 സെപ്റ്റംബർ മാസത്തിലാണ് ഉമേഷ് റെഡ്ഡി ഡിസ്ട്രിക്ട് ആംഡ് റിസർവ് പോലീസിൽ ട്രെയിനിയായി ജോയിൻ ചെയ്തത്. 2 മാസത്തിനുള്ളിൽ തന്നെ അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. ട്രെയിനിങ്ങിനിടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ക്യാമ്പിൽ നിന്നും പുറത്തു ചാടിയാണ് ഇയാൾ ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്തിരുന്നത്. എന്നിട്ടും അത് തിരിച്ചറിയാൻ വളരെ വൈകി എന്നുള്ളത് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ വീഴ്ചയാണ്. രൂപ മർഡർ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ഉമേഷ് റെഡ്ഡി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് കടന്നതിനു ശേഷം അയാൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് ഇനി നോക്കാം. ബാംഗ്ലൂരിലെത്തിയ ഉമേഷ് റെഡ്ഡി കളവും കൊലപാതകങ്ങളും പൂർവാധികം ശക്തിയോടെ ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. അതിനയാൾ ഒരു പ്ലാൻ തയ്യാറാക്കി. രാവിലെ 11 മണിക്കും 3 മണിക്കുമിടയിൽ വീടുകളിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തുക എന്നതായിരുന്നു അയാളുടെ ആദ്യത്തെ പ്ലാൻ. കാരണം ആ സമയത്ത് ആണുങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടാവും, കുട്ടികൾ സ്കൂളിലേക്കും, സ്ത്രീകൾ മാത്രമായിരിക്കും വീടുകളിൽ ഉണ്ടാവുക. ഇത്തരത്തിൽ ജോലിക്കൊന്നും പോവാത്ത പകൽ സമയത്ത് തനിച്ചുണ്ടാവുന്ന വീട്ടമ്മമാരെ കണ്ടെത്തലായിരുന്നു രണ്ടാമത്തെ പ്ലാൻ. ഇങ്ങനെ വീടുകളിൽ അതിക്രമിച്ചു കയറിയതിനു ശേഷം സ്ത്രീകളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വസ്ത്രങ്ങൾ മുഴുവൻ ആദ്യം അഴിപ്പിക്കും. ഇതോടെ മാനം പോവുമെന്നുള്ള ഭയത്തിൽ സ്ത്രീകൾ നിലവിളിച്ച് ആളെ കൂട്ടില്ല. ഇതായിരുന്നു അയാളുടെ മൂന്നാമത്തെ പ്ലാൻ. ഇത്തരത്തിൽ ഉമേഷ് റെഡ്ഡി നിരവധി കളവുകളും റേപ്പുകളും ചെയ്യാൻ തുടങ്ങി. പല സ്ത്രീകളും അപമാനം ഭയന്ന് പോലീസിൽ പരാതി കൊടുക്കാൻ പോലും തയ്യാറായില്ല.
ഒടുവിൽ 1997 ജൂൺ 24 ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തുന്നതിനിടയ്ക്ക് ഉമേഷ് റെഡ്ഡിയെ നാട്ടുകാർ കൈയോടെ പിടികൂടുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ മൈക്കോ ലേഔട്ട് പോലീസാണ് അന്ന് ഉമേഷ് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തത്. അവർക്ക് ഉമേഷ് റെഡ്ഡിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തന്റെ പേര് രമേശ് ആണെന്നാണ് ഉമേഷ് റെഡ്ഡി പോലീസുകാരോട് പറഞ്ഞത്. ഉമേഷ് റെഡ്ഡിയുടെ താമസ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് അവിടെ നിന്നും നിരവധി ആഭരണങ്ങൾ കണ്ടെടുത്തു. അതുപോലെ ഒരു ചാക്ക് മുഴുവനായും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ നിറച്ചുവെച്ചിരിക്കുന്നതായും കണ്ടെത്തി. അതെല്ലാം താൻ മോഷണം നടത്തിയ വീടുകളിലെ സ്ത്രീകളുടേതാണ് എന്നായിരുന്നു ഉമേഷ് റെഡ്ഡി പോലീസുകാരോട് പറഞ്ഞത്. ഇതോടെയാണ് തങ്ങളുടെ കസ്റ്റഡിയിലുള്ളത് വെറുമൊരു കള്ളനല്ല എന്നും ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായ ഒരു ക്രിമിനലാണ് എന്നും മൈക്കോ ലേഔട്ട് പോലീസിന് മനസ്സിലായത്. തൊണ്ടികളെല്ലാം കണ്ടുകെട്ടിയതിനു ശേഷം ഉമേഷ് റെഡ്ഡിയുമായി പോലീസ് കോടതിയിലേക്ക് പോകും വഴി അയാൾ പോലീസ് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് രണ്ടാമത്തെ രക്ഷപ്പെടൽ. അന്ന് രക്ഷപ്പെട്ട ഉമേഷ് റെഡ്ഡി ഒരു മാസത്തിനു ശേഷം 1997 ജൂലൈ 7 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബാംഗ്ലൂരിലെ ഇൻഡസ്ട്രിയൽ ഏരിയയായ പീനിയ എന്ന സ്ഥലത്തുള്ള വീടുകളിൽ നിന്നും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച കേസിൽ പീനിയ പോലീസാണ് രമേശ് എന്ന് പരിചയപ്പെടുത്തിയ ഉമേഷ് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തത്. ഉമേഷ് റെഡ്ഡി അറസ്റ്റിലായ വിവരമറിഞ്ഞ മൈക്കോ ലേഔട്ട് പോലീസ് അവനെ വീണ്ടും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങി. ഇത്തവണ പോലീസ് സ്റ്റേഷന് അകത്തുനിന്നും തന്നെ ഉമേഷ് റെഡ്ഡി രക്ഷപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് മൈക്കോ ലേഔട്ട് പോലീസിലെ നിരവധി പോലീസുകാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അന്ന് രക്ഷപ്പെട്ട അയാൾ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും പോലീസ് പിടിയിലായത്. അതും പീനിയ എന്ന സ്ഥലത്ത് വെച്ച് തന്നെ. അതായത് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷവും ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയായിരുന്നു ഉമേഷ് റെഡ്ഡി ഉണ്ടായിരുന്നത്. ഈ കാലയളവിൽ നിരവധി റേപ്പുകളാണ് ഇയാൾ നടത്തിയത്. അതിൽ പല വിക്ടിംസും മരണപ്പെടുകയും ചെയ്തു. 1998 ഫെബ്രുവരി 28 37 വയസ്സുള്ള ജയശ്രീ സുബയ്യ എന്ന സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഉമേഷ് റെഡ്ഡി തൊട്ടടുത്ത ദിവസം തന്നെ പീനിയയിലുള്ള മറ്റൊരു വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. കൊല ചെയ്യപ്പെട്ട ജയശ്രീ സുബയ്യയുടെ മകൻ ഉമേഷ് റെഡ്ഡിയെ നേരിട്ട് കണ്ടിട്ടുള്ളതിനാൽ അയാളുടെ മേൽ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ജയശ്രീ കേസിൽ ഐ വിറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ 1999 ഉമേഷ് റെഡ്ഡി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ പിടിയിലാവുകയും ചെയ്തു. പിന്നീട് 2002 മാർച്ചിൽ കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയെ പോലീസുകാർക്ക് മദ്യം വാങ്ങിച്ചു നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച ഉമേഷ് റെഡ്ഡി വീണ്ടും രക്ഷപ്പെട്ടു. പിന്നീട് 2 മാസത്തിനു ശേഷം 2002 മെയ് 17 യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് സത്യവേലു എന്നൊരു ഓട്ടോ ഡ്രൈവർ ഉമേഷ് റെഡ്ഡിയെ തിരിച്ചറിയുകയും പോലീസിൽ വിവരം കൈമാറുകയും ചെയ്തതനുസരിച്ച് അയാൾ വീണ്ടും പിടിക്കപ്പെടുകയായിരുന്നു. ഈ 2 മാസത്തിനിടയ്ക്ക് 3 സ്ത്രീകളെ കൂടി റേപ്പ് ചെയ്ത ഉമേഷ് റെഡ്ഡി ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 1996 2002 ഇടയ്ക്ക് താൻ 18ഓളം സ്ത്രീകളെ കൊന്നിട്ടുണ്ട് എന്ന് ഉമേഷ് റെഡ്ഡി തന്നെ പിന്നീട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. 20ലധികം സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടു. ഇതിൽ 9 കേസുകൾ മാത്രമാണ് തെളിയിക്കപ്പെട്ടത്. 2006 ഒക്ടോബർ 26 ഉമേഷ് റെഡ്ഡി കേസിൽ വിചാരണ പൂർത്തിയാക്കിയതിനു ശേഷം ബാംഗ്ലൂർ സിറ്റി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ വിധി വന്നു. സ്ത്രീകളുടെ മാനത്തിനും ജീവനും ഒരു വിലയും കൽപ്പിക്കാത്ത ഉമേഷ് റെഡ്ഡിക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. ഈ വിധിക്കെതിരെ ഉമേഷ് റെഡ്ഡി കർണാടക ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും അപ്പീൽ പോയെങ്കിലും വധശിക്ഷ ശരിവയ്ക്കപ്പെട്ടു. എന്നാൽ 2022 നവംബർ 4 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നു. ഉമേഷ് റെഡ്ഡിയുടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. പകരം 30 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ മതി. ഓൾറെഡി 20 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിനാൽ ഇനിയൊരു 10 വർഷത്തിനുള്ളിൽ ഉമേഷ് റെഡ്ഡി പുറത്തിറങ്ങുമെന്ന് ചുരുക്കം. 2034 ഉമേഷ് റെഡ്ഡി പുറത്തിറങ്ങുമെന്ന് വെച്ചാൽ പോലും അന്ന് അയാൾക്ക് 65 വയസ്സേ കാണൂ. ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടത്തി ജീവിക്കാൻ കെൽപ്പുള്ളോടത്തോളം കാലം ഇനിയും അയാൾക്ക് സുഖിച്ച് ജീവിക്കാം. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ. ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വീഡിയോ നോട്ടിഫിക്കേഷനുമെല്ലാം കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ. ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.